ഇന്നലെ രാത്രി ലൈവിൽ നടന്ന ചെറിയൊരു കോൺവെർസേഷന്റെ അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ജാസ്മിന്റെ കാക്കാമാരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രാത്രി ഓരോ നാട്ടുവർത്താനവും വിശേഷമൊക്കെ പറഞ്ഞ് കത്തി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു 11:30 സമയത്താണ്. ആ സമയത്ത് രതീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എയറിലാണെന്നാണോ ഓർത്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ എയറിലൊന്നും അല്ല, ഞാനായിരുന്നു എയറിലെന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, സ്വയം കളിയാക്കി പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ജാസ്മിൻ, ഞാൻ എയറിലൊന്നും അല്ല, അതുക്ക് മുകളിലാണ്, ബഹിരാകാശത്തോ മറ്റോ ആണ്, ഡേ 1 കയറിയതാണ്, 100 ദിവസമായിട്ടും താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാലും നിന്റെ ഒരു ഭാഗ്യമേ രതീഷേ, ഇങ്ങനെ 3ാമത്തെ തവണ എൻട്രി കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട്. ആന്നേ, നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ എന്തോ ബിസിനസ് ടൂറിന് പോകുന്നത് പോലെയാണ് ബിഗ് ബോസിൽ വരുന്നത് എന്നാണ് എന്ന് രതീഷ് തിരിച്ചു പറയുന്നുണ്ട് വളരെ രസകരമായ രീതിയിൽ. ഉടനെ ജാസ്മിൻ പറയുന്നു, ആദ്യം ഒരാഴ്ച കൊണ്ട് വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് വന്നു, വീണ്ടും 1.5 മാസം കഴിഞ്ഞ് ദേ ഇവിടെ വന്നിരിക്കുന്നു, പിന്നെ പാവമാണെന്നോ അങ്ങനെ എന്തോ ഫണ്ണായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. ആര്, ഞാനാണോ പാവം എന്ന് രതീഷ് ഉടനെ ചോദിക്കുന്നു. എന്റെ ജിൻഡോക്കാക്കയാ പാവം എന്ന് ജാസ്മിൻ പറയുന്നു. വെറുതെ ഫണ്ണായിട്ട് പറഞ്ഞതായിരിക്കാനേ വഴിയുള്ളൂ. രണ്ടുപേരും ജാസ്മിന്റെ ചേട്ടന്മാരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. വഴക്കിടുകയും കൗൺസിലിംഗ് നടത്തുകയും തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ ജാസ്മിനോട് രണ്ടുപേർക്കും സ്നേഹമാണ്, നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ജിൻഡോയ്ക്കൊക്കെ. ജാസ്മിന് തിരിച്ചും ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ ഇവരുടെ പേരിൽ തമ്മിൽ തല്ലുന്ന ഫാൻസിന് അറിയത്തില്ലേലും ഇവർക്കറിയാം ഗെയിമിനെ ഗെയിമായിട്ട് കാണാനായിട്ട്. അതാണ് എനിക്ക് മനസ്സിലായത്.